ആശകളാലെ പറഞ്ഞിടുവാനേ ആവതരുളിടു നീ സുബ്ഹാനേ ആദിപരാപരനായ പുരാനേ ആശകളാലെ പറഞ്ഞിടുവാനേ ആവതരുളിടു നീ സുബ്ഹാനേ ആദിപരാപരനായ പുരാനേ ചമയുന്നു പുതുമാരൻ മിനുസത്താലേ സഭ പാടി ധ്വനിരാഗം സിതാരും മേലേ ആളുകളനവധി എന്തൊരു ഘോഷം ആടിടും ഭാഷകളും പല വേഷം മോടിയിലുള്ള അലങ്കാര വിശേഷം ആളുകളനവധി എന്തൊരു ഘോഷം ആടിടും ഭാഷകളും പല വേഷം മോടിയിലുള്ള അലങ്കാര വിശേഷം അലങ്കാര പുതുമാരൻ പുറപ്പെടുന്നേ അനവധി ചമയങ്ങൾ അണിഞ്ഞിടുന്നേ മാല ഞാൻ പണി ചെയ്യാൻ ഒരുങ്ങി ഘോഷ മാലേറ്റം രസിക്കുന്ന പല തമാശ താളം തകൃതമിൽ മേളം കൂട്ടി തങ്കത്തരുണികളൊപ്പന പാടി താരിളമേനിയിലത്തറ് പൂശി താളം തകൃതമിൽ മേളം കൂട്ടി തങ്കത്തരുണികളൊപ്പന പാടി താരിളമേനിയിലത്തറ് പൂശി സഭയാകെ അനുവാദം കൊടുത്തിടുന്നേ കല്യാണ സഭയ്ക്കുള്ളിൽ സലാമൂരത്തെ മാല ഞാൻ പണി ചെയ്യ
ചെറിയൊരു ചടങ്ങാണ്. 3ാം വാർഷിക ആഘോഷിക്കുന്ന ഈ ഒരു അവസരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയൊന്നും അല്ല, വലിയൊരു ചടങ്ങാണ് നടത്തുന്നത്. പക്ഷേ എന്നാലും നമ്മുടെ വിശിഷ്ടാതിഥികളും നമ്മുടെ ഈ പ്രോഗ്രാം ഇത്രയും വലിയൊരു പ്രോഗ്രാം സ്പോൺസർ ചെയ്ത് നമ്മുടെ സ്പോൺസേഴ്സിൻ്റെ പ്രതിനിധികളും ഒക്കെ എത്തുന്ന ആ ഒരു സുപ്രധാന ചടങ്ങാണ് നിങ്ങളുടെ മഹനീയ സാന്നിധ്യത്തിൽ ഇനി ഇവിടെ നടക്കുന്നത്. അതിന് നിങ്ങളുടെ സഹകരണവും സ്നേഹവും ഉണ്ടാവണം. സപ്പോർട്ട് ഉണ്ടാവില്ലേ? ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും ആ ഒരു സംഗീതത്തിൻ്റെ ലോകത്തേക്ക് കടന്നു ചെല്ലും. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ മാട്ടോൽ കൂട്ടായ്മയുടെ ഓഫീസ് ബെയറേഴ്സിനെയും അതുപോലെ തന്നെ ചുമതല വഹിക്കുന്നവരെയും നമ്മുടെ വിശിഷ്ടാതിഥികളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി വേദിയിലേക്ക് മാട്ടോൽ കൂട്ടായ്മ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മിസ്റ്റർ ഉമ്മർ സി, നമ്മുടെ മാട്ടോൽ കൂട്ടായ്മയുടെ 3ാം വാർഷികം ആഘോഷിക്കുന്ന മാട്ടോൽ കൂട്ടായ്മയുടെ ബഹുമാനനായ പ്രസിഡന്റ് മിസ്റ്റർ UK മുസ്തഫ, നമ്മുടെ ഈ 3ാം വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടകനായിട്ട് നമുക്കൊരു സൗഭാഗ്യമായി വീണ്ടും കിട്ടിയ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ ബഹുമാനനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് YA റഹീം. അടുത്തതായി മാട്ടോൽ കൂട്ടായ്മയുടെ ബഹുമാനനായ ജനറൽ സെക്രട്ടറി മിസ്റ്റർ മനാഫ് അബ്ദുറഹ്മാൻ, മാട്ടോൽ കൂട്ടായ്മയുടെ ട്രഷറർ മിസ്റ്റർ AP സക്കറിയ, മാട്ടോൽ കൂട്ടായ്മയുടെ 3ാം വാർഷികാഘോഷ ഓർഗനൈസിംഗ് സെക്രട്ടറി മിസ്റ്റർ CP ഖാലിദ്, മാട്ടോൽ കൂട്ടായ്മ ഓഡിറ്റർ മിസ്റ്റർ അഷ്റഫ് മുട്ടോൻ, മാട്ടോൽ കൂട്ടായ്മയുടെ ബഹുമാന്യരായ വൈസ് പ്രസിഡന്റ് യഹിയ AP, ഷമീർ AV, അമീർ അലി CV ആൻഡ് മിസ്റ്റർ മുഹമ്മദ് അലി, മാട്ടോൽ കൂട്ടായ്മയുടെ ജോയിന്റ് സെക്രട്ടറീസ് ഓൺ സ്റ്റേജ് മിസ്റ്റർ AC ഇക്ബാൽ, അസീബ് EM, മസൂദ് KP ആൻഡ് ഷരീഫ് മുട്ടോൻ, മാട്ടോൽ കൂട്ടായ്മയുടെ ജോയിന്റ് ട്രഷറർ മിസ്റ്റർ അബ്ദുള്ള AP, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഓൺ സ്റ്റേജ് മിസ്റ്റർ അബ്ദുള്ള കുട്ടി ഹസൻ ആൻഡ് മിസ്റ്റർ സിറാജ് PP. ഈ ഒരു അവസരത്തിൽ മാട്ടോൽ കൂട്ടായ്മയുടെ ഈ ഒരു 3ാം വാർഷികാഘോഷങ്ങൾ നടക്കുന്ന ഈ ഒരു സുവർണാവസരത്തിൽ നമ്മുടെ ഈ പോറ്റമ്മ നാടിനോടും നമ്മുടെ പെറ്റമ്മ നാടിനോടുമുള്ള ആദരസൂചകമായി ദേശീയ ഗാനങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ ഒരു ചടങ്ങിനെ ആദരിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നാഷണൽ ആന്തം ഓഫ് UAE ആൻഡ് ഇന്ത്യ. താങ്ക് യു. 3ാം വാർഷികാഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. സ്വാഗത പ്രസംഗം ഷാർജ മാട്ടോൽ കൂട്ടായ്മ ജനറൽ സെക്രട്ടറി മിസ്റ്റർ മനാഫ് അബ്ദുറഹ്മാൻ. അസ്സലാമു അലൈക്കും. നിങ്ങളുടെ ഒരുപാട് സമയമൊന്നും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാലും മാട്ടോൽ കൂട്ടായ്മയെക്കുറിച്ച് കുറച്ചെങ്കിലും പറയണമല്ലോ അല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് UK മുസ്തഫ, നമ്മുടെ വഴികാട്ടിയും കോർഡിനേറ്റർ ചെയർമാനുമായ ഉമ്മർ ചെള്ളക്കര, നമ്മുടെ ഇവിടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഉദ്ഘാടകൻ അഡ്വക്കേറ്റ് YA റഹീം, ട്രഷറർ AP സക്കറിയ, പിന്നെ എൻ്റെ സഹപ്രവർത്തകരെ, ഞങ്ങൾക്ക് ഈ പരിപാടി ഇത്രയും വിജയമാക്കാൻ സഹകരിച്ച ഞങ്ങളുടെ സ്പോൺസേഴ്സ്മാരെ, സുഹൃത്തുക്കളെ, മാട്ടോൽ കൂട്ടായ്മ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്
ഈ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ മാട്ടൂൽ കൂട്ടായ്മ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളത്. ശരിയല്ലേ? അപ്പം ഇത് നമ്മുടെ ഗ്രാമത്തിൻ്റെ കൂട്ടായ്മയാണ്. ഇവിടെ വന്നിരുന്നപ്പോൾ നമ്മൾ ഗൾഫിലില്ല എന്നുള്ളൊരു തോന്നിച്ചാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ. നമ്മുടെ നാട്ടിലാണ്. കാരണം ഇവിടെ അടുത്തിരിക്കുന്ന പലർക്കും ഒരു മാസമോ 3 മാസമോ 5 മാസമോ 5 വർഷമോ മുമ്പ് കണ്ടവരാണ് ഇപ്പോൾ അടുത്തടുത്ത സീറ്റിലിരുന്നിട്ട് കാണുന്നത്. അതുതന്നെയാണ് ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ വിജയവും. മാട്ടൂൽ കൂട്ടായ്മയുടെ കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ സമ്പാദിച്ച നല്ല വാക്കുകളാണ് ഈ സ്നേഹസാഗരം നമ്മളെ സൂചിപ്പിക്കുന്നത്. മാട്ടൂൽ കൂട്ടായ്മ ഏറ്റവും ഊന്നൽ കൊടുക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ്. അതാണ് നമ്മൾ, കാരണം നമ്മുടെ മാട്ടൂൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് വലിയ വീടുകൾ കാണാം. പക്ഷേ ഉള്ളിലോട്ട് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് അശരണരായിട്ടുള്ളവരും രോഗം കൊണ്ട് വലയുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റിയത്. ഈ കൂട്ടായ്മയിലൂടെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൽ അൽഹംദുലില്ലാ സന്തോഷമുണ്ട് ഈ മാട്ടൂൽ കൂട്ടായ്മയ്ക്ക്. കാരണം അതിൽ ജാതി മത ഭേദമന്യേ ഒരുപാട് രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ മാട്ടൂൽ കൂട്ടായ്മയ്ക്ക് ഇതേപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അർഹരായിട്ടുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മെമ്പർമാരുടെ കാര്യം, ഇവിടെ വന്ന് 10-15 വർഷം കഴിഞ്ഞിട്ട് പോകുമ്പം കയ്യിലൊരു ചില്ലിക്കാശ് പോലും ഉണ്ടാവില്ല. സത്യമല്ലേ? നമ്മളെല്ലാവരും ഇവിടുന്ന് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്താ സമ്പാദ്യം ഉണ്ടാവുക? ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. അതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് മാട്ടൂൽ കൂട്ടായ്മ എന്നും ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ മെമ്പർമാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ സമ്പാദ്യം എന്ന രീതിയിൽ 100 രൂപ വെച്ച് തുടങ്ങുന്ന ഒരു സമ്പാദ്യ പദ്ധതി, അത് മിനിമം ഞങ്ങൾ വെച്ചത് 300 ദിർഹംസാണ്. കാരണം 2 വർഷത്തെ കാലാവധിക്കുള്ളിൽ ഒരു 2 ലക്ഷം രൂപയെങ്കിലും നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു അസറ്റായിട്ട് കിടക്കുന്നത് നമ്മൾ അറിയാണ്ട് കയ്യിൽ നിന്ന് ഞങ്ങൾ പിടിച്ചേറ്റുന്ന പോലെയാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. ഞങ്ങളുടെ മെമ്പേഴ്സ് ഇതിൽ ബെനിഫിറ്റ് ഒന്നും നോക്കിയിട്ടില്ല, ഒരു ഇതുമില്ല. ഞങ്ങളുടെ സമയവും ഇതും മെനക്കെടുത്തിയിട്ട് ഇതിൻ്റെ മെമ്പർമാരിലും ഒരുപാട് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് നാളെ പോകുമ്പോൾ ഒരു 300 കൂട്ടി വെച്ച് കഴിയുമ്പോൾ എന്താവും? ഒരു 2 വർഷം കൊണ്ട് 24 മാസം കൊണ്ട് ഒരു നാട്ടിൽ 2 ലക്ഷം രൂപ ചുമ്മാ കിട്ടുന്നതാണ്. കൂടാതെ മാട്ടൂൽ കൂട്ടായ്മ നടത്തിയിട്ടുള്ള പിക്നിക്കുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇതൊന്നും ഒരുപാട് പറഞ്ഞ് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഭാവിയിലും ഒരുപാട് വലിയ സ്വപ്നങ്ങൾ ചുമന്ന് നടക്കുന്ന ഒരു സംഘടനയാണ് മാട്ടൂൽ കൂട്ടായ്മ. ഈ ചൊരിഞ്ഞ കാലയിൽ തന്നെ നമ്മുടെ മനസ്സിനുള്ളിൽ ചെറുതാണെങ്കിലും വെളിയിൽ പറയുമ്പോൾ ഏറ്റവും വലിയൊരു സംഘടനയാണ് മാട്ടൂൽ കൂട്ടായ്മ. അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ചുമന്ന് നടക്കുന്ന സംഘടനയാണ് ഭാവിയിൽ. കാരണം നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ സംഘടിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പം നടക്കുന്ന അസാമൂഹിക പ്രവർത്തനങ്ങളുണ്ട്. നമ്മളെല്ലാം പത്രത്തിലെ കൂടിയും ടെലിവിഷൻ മീഡിയയിലെ കൂടിയൊക്കെ കാണുന്നതാണ്. അതിൽ നമ്മുടെ മക്കളും നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ട്. അവരെ ശാസിക്കേണ്ടതൊക്കെ നമ്മളാണ്. അതിനൊരു ക്ലാസ് അവരെങ്ങനെയാണ് നേർവഴിക്ക് നടത്തേണ്ടത്, അത് ഇവിടെയുള്ള പാരൻസ് എല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ മാട്ടൂൽ കൂട്ടായ്മ അങ്ങനെയുള്ള ക്ലാസ്സുകൾ, കൂടാതെ കുടുംബിനികൾക്കായിട്ടുള്ള എങ്ങനെ പൈസകൾ ചിലവാക്കണം. ഇവിടെ ക്രെഡിറ്റ് കാർഡുകൾ വലിച്ചിട്ട് ഒരുപാട് പേരുടെ കേസ് റഹീംക്കൊക്കെ അറിയാം. ഒരുപാട് പേരുകൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ ഒരു കുടുംബിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അതിനുള്ള ഒരു ക്ലാസ്സും ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ചെറിയ രീതിയിലുള്ള, ഇതിനൊന്നും വലിയ ചിലവ് വരില്ല. അപ്പോൾ ഇതൊക്കെ മാട്ടൂൽ കൂട്ടായ്മയുടെ ഭാവിയിലുള്ള പ്രവർത്തനങ്ങളാണ്. നിങ്ങളെല്ലാവരും ഇതിന് വരണം, സഹകരിക്കണം. സ്വപ്നങ്ങളൊന്നും തീർന്നിട്ടില്ല, പക്ഷേ ഈ സ്വപ്നങ്ങളെല്ലാം പറയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോവും. അപ്പം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ വെളിയിൽ നിൽക്കുന്നുണ്ട്. അവരോടൊക്കെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നത്. കാരണം ഷാർജ മാട്ടൂൽ കൂട്ടായ്മയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയവരാണ് എല്ലാവരും. അപ്പോൾ അവരോട് ക്ഷമിക്കണം എന്ന് മാത്രമേ ഈ സമയത്ത് പറയാൻ പറ്റുള്ളൂ. സ്വാഗതം അരുളുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അഡ്വക്കേറ്റ് വയ്യ റഹീം, കൂടാതെ ട്രഷററും സെക്രട്ടറിയും അവിടെ നിൽക്കുകയാണെന്ന് തോന്നുന്നു. അവർക്ക് ഇരിക്കാൻ പോലും നമുക്ക് ഒരു ചെയർ ഒപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലായതുകൊണ്ട് അവരോടും ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ അവർക്കും, കൂടാതെ നമ്മുടെ ഈ പരിപാടി ഇത്രയും സക്സസ് ആക്കാനും വേണ്ടിയിട്ട് നമ്മളോട് സഹകരിച്ചിട്ടുള്ള കൗല സ്പൈസസ്, നമ്മുടെ മാട്ടുകാരൻ ഖലീൽ, അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തോടും മിസ്റ്റർ ലൈഫ് ഹഫീദ് ക, കഴിഞ്ഞ പ്രാവശ്യം ഹഫീദ് കക്ക് മിസ് ചെയ്താണ് നമ്മുടെ ഈ പ്രോഗ്രാം. മിസ്റ്റർ ലൈറ്റിൻ്റെ MD നമ്മുടെ മാട്ടുകാരൻ കൂടിയായ ഹഫീദ് കെ നമ്മുടെ മുമ്പിലുണ്ട്. കൂടാതെ ന്യൂട്രി പ്ലസ് കമ്മ്യൂണിറ്റീസിൻ്റെ ഹനീഫ് ക കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം അൽഹംദുലില്ലാ ഫാമിലിയും കൂട്ടിയിട്ട് തന്നെയാണ് വന്നത്. കുറച്ച് നേരത്തെ വരാൻ പറഞ്ഞിട്ടും ലേറ്റായിട്ടാണ് വന്നതെങ്കിലും കൂടി. പിന്നെ മസൂദ് എ കെ, ജാഫർ, നാട്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ പരിപാടി കാണാൻ വേണ്ടി ഇവിടെ എത്തിയ നമ്മുടെ ചെറിയൊരു സ്പോൺസർ ജാഫർ, LIC, നമ്മുടെ എന്നും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന സാട്ടയുടെ മാനേജർ ആഫി. ഇതിലെല്ലാം ഉപരി നമ്മുടെ ഓൺ എയർലൈൻ ആയിട്ടുള്ള എയർ ഇന്ത്യ നമ്മളുമായിട്ട്
നല്ല സഹകരിച്ചിട്ട് കൂവാൻ വരട്ടെ. ഇതിലൊരു കാര്യമുണ്ട്, നമ്മൾ എയർ ഇന്ത്യ കൂവല്ല വേണ്ടത്. അതിൻ്റെ മാനേജർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ സ്വന്തം പേരിലും മാട്ടൂൽ കൂട്ടായ്മയുടെ പേരിലും സ്വാഗതം അരുളുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് മിസ്റ്റർ മനാഫ്. പ്രിയരെ, നമ്മുടെ വിശിഷ്ടാതിഥി ഇനി ഉദ്ഘാടനത്തിനായിട്ട് എത്തുന്നു. നമ്മുടെ ഉദ്ഘാടകനായിട്ട് നമുക്ക് കിട്ടിയ വിശിഷ്ട വ്യക്തി, യു എയുടെ കലാ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യമായ വ്യക്തി, ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് YA റഹീം ഷാർജ മാട്ടൂൽ കൂട്ടായ്മയുടെ 3ാം വാർഷിക ആഘോഷ ചടങ്ങുകൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. മിസ്റ്റർ YA റഹീം, ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ്. ബഹുമാന്യനായ മാട്ടൂൽ കൂട്ടായ്മയുടെ പ്രസിഡന്റ് UK മുസ്തഫ, ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ മനാഫ്, ബഹുമാന്യനായ ഉമർ, ബഹുമാന്യനായ സക്കറിയ, ബഹുമാന്യനായ CP ഖാലിദ്, വേദിയിലുള്ള എൻ്റെ മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് മുന്നിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കൊച്ചനുജന്മാരെ, കൊച്ചനുജത്തിമാരെ, മാട്ടൂൽ കൂട്ടായ്മയുടെ 3ാമത് വാർഷികമാണ്. സംഘടന 3 വർഷം കൊണ്ട് ഇത്രയേറെ ശക്തി പ്രാപിച്ചു എന്നതിൽ മാട്ടൂർക്കാർക്ക് അഭിമാനിക്കാം. അവരുടെ ശ്ലാഘനീയമായ ജീവകാരുണ്യ പ്രവർത്തനത്തിന് സർവശക്തനായ ദൈവം തമ്പുരാൻ എല്ലാ മംഗളങ്ങളും നേരട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആദ്യമായി. കാരണം പ്രാദേശിക സംഘടനകളോട് വളരെ ശക്തമാണ്. രജിസ്റ്റേർഡ് സംഘടനകൾ ചെയ്യുന്നതിനേക്കാൾ 100 ഇരട്ടി കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയുന്നു, പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളിൽ. ഇവിടെ എനിക്ക് അധികം പ്രസംഗിക്കാനൊന്നുമില്ല, കാരണം അങ്ങനെ പ്രസംഗത്തിൻ്റെ വേദിയല്ല. എങ്കിൽ കൂടി എയർ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ കേട്ട കൂവൽ, ആ കൂവൽ നമ്മുടെ ശക്തമായ പ്രതിഷേധമാണ്. കാരണം നമ്മൾ എയർ ഇന്ത്യ കൊണ്ട് മടുത്തു കഴിഞ്ഞു എന്നതിൻ്റെ അവസാനത്തെ സൂചനയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കോടിക്കണക്കിന് നമ്മുടെ രൂപ പമ്പ് ചെയ്താണ് ഈ എയർ ഇന്ത്യ നിലനിർത്തിയിരിക്കുന്നത്. ആ എയർ ഇന്ത്യയുടെ ഇന്നത്തെ ഡയറക്ടർ ബോർഡോ അല്ലെങ്കിൽ മുൻകാലങ്ങളിലുള്ളവരോ ചെയ്ത തെറ്റുകൾ കൊണ്ട് എയർ ഇന്ത്യ എന്ന നമ്മുടെ പൊതുസ്ഥാപനത്തെ നന്നാക്കാൻ നമ്മൾ വീണ്ടും ശ്രമിക്കണം. നമ്മൾ ആ ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് എയർ കേരള എക്സ്പ്രസ് എന്നൊരാശയം കേരള ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുള്ളത്. ആ എയർ കേരള എക്സ്പ്രസിൻ്റെ മാക്സിമം ഷെയർ 10,000 രൂപയാണ്. അസോസിയേഷനിൽ അതിൻ്റെ ഫോമുണ്ട്. അത് ഫില്ല് ചെയ്ത് ഈ എയർ ഇന്ത്യയോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി എയർ കേരള എക്സ്പ്രസിൽ നിങ്ങൾ അംഗങ്ങളാകുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മാട്ടൂരിൻ്റെ ഈ കൂട്ടായ്മ നാളുകളിലും വളർന്ന് പന്തലിച്ച് വലിയൊരു സംഘടനയായി വളരാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ 3ാമത്തെ വാർഷിക പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് UAE. താങ്ക് യു, ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ പ്രസിഡന്റ് അഡ്വക്കേറ്റ് YA റഹീം. ഇനി പ്രസിഡൻഷ്യൽ അഡ്രസ് മാട്ടൂൽ കൂട്ടായ്മ ഷാർജ പ്രസിഡന്റ് മിസ്റ്റർ UK മുസ്തഫ. ആദരണീയരായ അതിഥികളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ലോകപ്രസിദ്ധ സഞ്ചാരി ഇബ്നു ബത്തൂത്തയുടെ നാവിൽ നിന്നും ഉതിർന്നു വീണതാണ് മാട്ടൂൽ എന്ന പേര്. പുതിയ തലമുറക്ക് അഭിമാനത്തോടെ നെഞ്ചിലേറ്റി നടക്കാൻ ഏറെ ചരിത്ര സംഭവങ്ങളുള്ളതാണ് നമ്മുടെ നാട്. പരിശുദ്ധ ഖുർആൻ ആദ്യമായി മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയ TK അബ്ദുള്ള മൗലവിയുടെയും ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഒരു മലയാള പത്രം ആരംഭിച്ച VP അബ്ദുള്ളയുടെയും ജന്മം കൊണ്ട് അനുഗ്രഹീതമാണ് നമ്മുടെ നാട്. ലോകോത്ത പണ്ഡിതനും സൂഫി വര്യനുമായ കണ്യത്ത് ഉസ്താദ് ഏറെ കാലം ദർസ് നടത്തിയത് മാട്ടൂൽ സൗത്ത് മൊഹീദ്ദീൻ പള്ളിയിലാണ്. കേരളം കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായ EK ഉസ്താദും മറ്റ് പ്രമുഖ പണ്ഡിതന്മാരും ഈ ദർസിൽ വെച്ചാണ് പഠനം നടത്തിയത് എന്നുള്ളത് നമുക്ക് വളരെ അഭിമാനിക്കേണ്ടതാണ്, അഭിമാനകരമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻസ്പയർ അവാർഡ് നേടിയ നാജിയയും വളരെ ചെറുപ്പത്തിൽ തന്നെ കഴിവ് തെളിയിച്ച സൽമത്ത് KVK പോലെയുള്ള കൊച്ചു പ്രതിഭകൾ നമുക്ക് നാളേക്കും ഭാവിയിലേക്കും വലിയ പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്.
കൂടാതെ ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും നമ്മൾക്കാരിക്കും മറക്കാൻ കഴിയാത്തതാണ്. ഒരു പ്രദേശത്ത് ജനിച്ച് ഒരേ സാമൂഹിക ചുറ്റുപാടിൽ ജീവിച്ച ഇത്രയും നാട്ടുകാർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്, അതും ഒരു വിദേശ രാജ്യത്ത്. മാട്ടൂലിനെ സംബന്ധിച്ചിടത്തോളം പ്രവാസം എന്നുള്ളത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. വളരെ കാലം മുമ്പ് തന്നെ നമ്മുടെ മുൻഗാമികൾ ബർമയിലും സിലോണിലുമൊക്കെ പോയി തുടങ്ങി വെച്ചതാണ് ഈ പ്രയാണം. അത് കഴിഞ്ഞ് സിംഗപ്പൂർ, ഇന്തോനേഷ്യ, അതിനുശേഷം മദ്രാസ്, ബോംബെയിൽ നിന്നും വളരെ സാഹസികമായിട്ടാണ് ഇവിടെ എത്തപ്പെടുന്നത്. നമ്മൾ ഇന്ന് ആദരിക്കാൻ ഉദ്ദേശിക്കുന്ന PP മഹമ്മൂദാജി 1966 ഇവിടെ എത്തിയത്. അതിനു മുമ്പും ഇവിടെ നമ്മുടെ നാട്ടുകാരുണ്ടായിരുന്നു. 50 വർഷത്തിലേറെ പഴക്കം നമ്മുടെ ഗൾഫ് കുടിയേറ്റത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ 5 പതിറ്റാണ്ട് കൊണ്ട് നമ്മൾ എന്ത് നേടി എന്നുള്ളത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ട് കൊണ്ട് നമ്മൾ എന്ത് നേടി എന്നുള്ളത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കാലയളവിൽ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും അടിസ്ഥാന വികസനത്തിൻ്റെ കാര്യത്തിലൊക്കെ അസൂയവാഹമായ നേട്ടമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ കഷ്ടപ്പെട്ട് നേടുന്ന സമ്പാദ്യം പ്രത്യുൽപാദന മേഖലയിലേക്ക് തിരിച്ചുവിടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെയധികം ഖേദമാണ്. അതോടൊപ്പം തന്നെ നന്മ, പരസ്പര സഹകരണം, പാരമ്പര്യ മൂല്യങ്ങൾ എന്നിവ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് വർത്തമാനകാല സാഹചര്യം. നമ്മൾ പ്രവാസികൾ, മാട്ടൂരിൻ്റെ മുഖ്യ സാമ്പത്തിക സ്രോതസ്സായ നമ്മൾ ഈ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മൾക്ക് മാത്രമേ ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ നാളെ തിരിച്ചു പോയാൽ ജീവിക്കേണ്ട ഒരു നാടാണ്. മാട്ടൂലിനെ നന്മ നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞ ഒരു മാതൃകാ ഗ്രാമമാക്കി മാറ്റാൻ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. That was a presidential address by Matul Kottayama Sharjah President, Mr. UK Mustafa. Thank you so much, Mustafa, for the speech. നമ്മൾ ഇനി വളരെ സുപ്രധാനമായ ഒരു ചടങ്ങിലേക്ക് കടക്കുന്നു. അപ്പോൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിയെ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. മാട്ടൂൽ കൂട്ടായ്മയുടെ ഈ ഒരു 3ാം വാർഷിക ആഘോഷ പരിപാടികൾ ഇങ്ങനെ ഈ ഒരു വിപുലമായ രീതിയിൽ വലിയൊരു മ്യൂസിക്കൽ ഓർക്കസ്ട്ര അടക്കമുണ്ടാവണമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ മുഖ്യ പ്രായോജകനായി എത്തിയ മാട്ടൂൽ നിവാസി കൂടിയായ മിസ്റ്റർ ലൈറ്റിൻ്റെ ബഹുമാന്യനായ സാരഥി ചെയർമാൻ മിസ്റ്റർ ലൈറ്റ്, മിസ്റ്റർ ഹഫീദിനെ ഹർഷാരവത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് സർ, മിസ്റ്റർ ഹഫീദ് ഓഫ് മിസ്റ്റർ ലൈറ്റ്, പ്ലീസ്. ഈ അവസരത്തിൽ നമ്മുടെ അസോസിയേറ്റ് സ്പോൺസേഴ്സ് ആയ ന്യൂട്രി പ്ലസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ഹനീഫ് KK അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. മിസ്റ്റർ ഹനീഫ് KK, റെപ്രസെൻറ്റേറ്റീവ് ഫ്രം ന്യൂട്രി പ്ലസ് കമ്മ്യൂണിറ്റീസ്. ഇവിടെ ഇവരുടെ സാന്നിധ്യത്തിൽ നടക്കുന്നത് നമ്മുടെ ഈ വർഷത്തെ മാട്ടൂൽ കൂട്ടായ്മയുടെ 3ാം വാർഷികാഘോഷ പരിപാടികളോടനുബന്ധിച്ചുള്ള സുവനീറിൻ്റെ പ്രകാശനമാണ്. ജാലകം എന്ന് പേരിട്ടിട്ടുള്ള ബ്യൂട്ടിഫുൾ സുവനീർ, അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. അതിൻ്റെ പ്രകാശനമാണ് നടക്കുന്നത്. മിസ്റ്റർ ഹഫീദ് ഓഫ് മിസ്റ്റർ ലൈറ്റ് will hand over it to Mr. Hanif KK of NutriPlus Commodities. Managing Director, Mr. Hanif. I request Mr. Hanif to receive this souvenir, and that is named Jalagam. നല്ല കയ്യടി കൊടുക്കുക. ജാലകം എന്ന സുവനീറിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. Thank you so much for your presence on stage, Mr. Hafid, Chairman, Mr. Light, and Mr. Hanif, Managing Director, NutriPlus. ഈ അവസരത്തിൽ നമ്മുടെ ജാലകം എന്ന സുവനീറിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഐ റിക്വസ്റ്റ് ഓൺ സ്റ്റേജ് മിസ്റ്റർ AC ഇക്ബാൽ, ചീഫ് എഡിറ്റർ, ജാലകം സുവനീർ. വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, എൻ്റെ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഷാർജ മാട്ടൂൽ കൂട്ടായ്മ 3ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രകാശനം ചെയ്ത സുവനീർ വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ പൂർത്തീകരിച്ചതാണ്. മാട്ടൂലിനെക്കുറിച്ച് ചരിത്രപരമായും വർത്തമാനപരമായും അറിയുവാൻ സാധിക്കുന്ന വിധത്തിലാണ് ജാലകം തയ്യാറാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസം, ആരോഗ്യം, സമകാലികം എല്ലാം ഉൾപ്പെടുത്തുകയും വളർന്നു വരുന്ന യുവതലമുറക്ക് അവസരം നൽകുകയും ചെയ്തിട്ടുണ്ട്. സുവനീറുമായി ഞങ്ങളോട് സഹകരിച്ച സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ളവർക്കും പത്രമാധ്യമ പ്രവർത്തകർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും സൗഹാർദ്ദ പ്രവർത്തകർക്കും എൻ്റെ സ്വന്തം പേരിലും ഷാർജ മാട്ടൂൽ കൂട്ടായ്മയുടെ പേരിലും
കടപ്പാട് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. താങ്ക് യു സോ മച്ച് മിസ്റ്റർ AC ഇക്ബാൽ, ചീഫ് എഡിറ്റർ, സുവനീർ ജാലകം. അടുത്തത് നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ നിറഞ്ഞ സ്നേഹത്തോടെ ഇവിടെ നടക്കേണ്ട ചടങ്ങ് ഒരു സെലിബ്രിറ്റി അവാർഡ് എന്ന് പേരിട്ടിരിക്കുന്ന മാട്ടൂൽ കൂട്ടായ്മ ഷാർജയുടെ ഒരു ചടങ്ങാണ്. തീർച്ചയായിട്ടും സെലിബ്രിറ്റി അവാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു സെലിബ്രിറ്റിയാണ്, അറ്റ്ലീസ്റ്റ് അത് നൽകാനെങ്കിലും ഒരു സെലിബ്രിറ്റിയെ. പക്ഷേ മാട്ടൂൽ കൂട്ടായ്മ എന്ന സ്നേഹ സംഘടന സെലിബ്രിറ്റിയായിട്ട് ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് കഴിഞ്ഞ 46 വർഷങ്ങളായിട്ട് UAE പ്രവാസ ജീവിതം നയിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ആൻഡ് ദാറ്റ് പേഴ്സൺ ഈസ് മിസ്റ്റർ PP മുഹമ്മദ് ഹാജി. അദ്ദേഹത്തിന് ഈ കയ്യടി ഇത്രയും നാളത്തെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഒരു പ്രോത്സാഹനമാവട്ടെ, തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ മാട്ടൂൽ ഗ്രാമത്തിലെ ജീവിതത്തിന് പ്രചോദനമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ ഒരു പുരസ്കാരം അവാർഡ് ഏറ്റുവാങ്ങാൻ വേണ്ടി മിസ്റ്റർ PP മുഹമ്മദ് ഹാജിയുടെ പ്രതിനിധി മിസ്റ്റർ സിദ്ദിഖ് VV അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ഒരു സെലിബ്രിറ്റി പുരസ്കാരം നൽകുന്നതിന് വേണ്ടി മിസ്റ്റർ PP മുഹമ്മദ് ഹാജിയുടെ പ്രതിനിധിക്ക് ഉപഹാരം നൽകുന്നതിന് വേണ്ടി കൗല എന്ന നമ്മുടെ സ്പോൺസർ അതിൻ്റെ CEO മിസ്റ്റർ ഒമർ ഫാറൂഖിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മിസ്റ്റർ ഒമർ ഫാറൂഖ്, CEO കൗല, പ്ലീസ് സർ. PP മുഹമ്മദ് ഹാജിയുടെ പ്രതിനിധി മിസ്റ്റർ സിദ്ദിഖ് VV അദ്ദേഹം ഈ ഉപഹാരം ഏറ്റുവാങ്ങുന്നു. മിസ്റ്റർ ഫാറൂഖിൽ നിന്ന് CEO കൗല. മിസ്റ്റർ സിദ്ദിഖാണ് നമ്മുടെ PP മുഹമ്മദ് ഹാജിക്ക് വേണ്ടി ഈ ഒരു ഉപഹാരം ഏറ്റുവാങ്ങിയത് ഒമർ ഫാറൂഖിൽ നിന്ന്. ഒമർ ഫാറൂഖ് is the CEO of കൗല. താങ്ക് യു സോ മച്ച് മിസ്റ്റർ ഒമർ ഫാറൂഖ് ആൻഡ് മിസ്റ്റർ സിദ്ദിഖ് VV. ഈ അവസരത്തിൽ ഇനി നടക്കുന്നത് നമ്മുടെ ഈ ഒരു ചടങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപഹാര സമർപ്പണമാണ്. അത് ഇൻസ്പിറേഷൻ അവാർഡ് വിന്നേഴ്സാണ്. ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ ഹണ്ട് ചൈൽഡ് സയൻറ്റിസ്റ്റ് എന്ന ഒരു കോൺസെപ്റ്റിലുള്ള മത്സരത്തിൽ വിജയികളായവരാണ്. അവർ നാട്ടിലുള്ളവരാണ്. നജിദ KV ആൻഡ് സൽമത്ത് KVK ഇവരുടെ പ്രതിനിധികളാണ് ഈ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങുന്നത്. ഈ ഉപഹാരം സമർപ്പിക്കാൻ വേണ്ടി മിസ്റ്റർ മസൂദ് AK അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മിസ്റ്റർ മസൂദ് AK മാട്ടോൽ. നാജിഹ KVക്ക് വേണ്ടിയുള്ള ഇൻസ്പിറേഷൻ അവാർഡാണ് ഇദ്ദേഹം നൽകുന്നത്. മിസ്റ്റർ മസൂദ് AK. നജിഹയുടെ പ്രതിനിധി മിസ്റ്റർ ഫറാജ് ഇത് സ്വീകരിക്കുന്നു മിസ്റ്റർ മസൂദ് AKയിൽ നിന്ന്. താങ്ക് യു സോ മച്ച് മിസ്റ്റർ മസൂദ്. അടുത്ത ഇൻസ്പിറേഷൻ അവാർഡ് സൽമത്തിന് വേണ്ടിയുള്ളതാണ്. സൽമത്ത് KVKക്കുള്ള ഈ ഒരു അവാർഡ് സൽമത്തിൻ്റെ പ്രതിനിധി ഏറ്റുവാങ്ങുന്നു. ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കട്ടെ എയർ ഇന്ത്യയുടെ മിസ്റ്റർ രാം ബാബു അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഐ റിക്വസ്റ്റ് മിസ്റ്റർ രാം ബാബു ടു കം ഓൺ സ്റ്റേജ്. നമ്മുടെ സൽമത്തിൻ്റെ പ്രതിനിധി മിസ്റ്റർ മജീദാണ് ഈ ഒരു ഉപഹാരം ഏറ്റുവാങ്ങുന്നത് മിസ്റ്റർ രാം ബാബുവിൽ നിന്ന്. Thank you so much, Mr. Ram Babu of Air India. Now, if I request, please listen to his words, please. ഇത് മാട്ടൂൽ കൂട്ടായ്മയാണ്, നമ്മുടെ സ്വന്തം അസോസിയേഷൻ, നമ്മുടെ ബന്ധുമിത്രാദികളും കൂട്ടാളികളുമാണ് ഇവിടെ ഉള്ളത്. Please listen. Okay. Good evening, everyone. My name is Ram Babu. I am from Air India. ഒരു മിനിറ്റ് പ്ലീസ് മാട്ടൂൽ പ്ലീസ് നമ്മൾ ഒരു നിമിഷം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഒരു നിമിഷം ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു വികാരം തന്നെയാണ് മിസ്റ്റർ രാം ബാബുവിനും ഉള്ളതെങ്കിലോ ആവാം അല്ലേ? ബിക്കോസ് അദ്ദേഹം ഇന്ത്യക്കാരനാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലെ വികാരവും നിങ്ങൾക്കുള്ള ഈ അപശബ്ദമുണ്ടാക്കുന്ന വികാരം തന്നെയാണെങ്കിൽ വി മസ്റ്റ് സല്യൂട്ട് മിസ്റ്റർ രാം ബാബു ആസ് എ പേഴ്സൺ. Just give me 1 second. Thank you very much. Ladies and gentlemen, my fellow countrymen, I've just come here because you should know who are you jeering at. You are jeering at Air India. So far with the logo, I am Air India. You can jeer at me. You can see who are you booing at. That's me, okay? I am the country manager of Air India. I've just come and taken over just 3 months ago.
And on behalf of your national carrier, first thing I'd like to do on this stage of Matul Kottayama, I'd like to convey unconditional apology on behalf of Air India and Air India Express to every one of you. Wow, thank you, thank you. That is the person. That is an Indian. That was Mr. Ram Babu. Having said that, with the permission of the Indian Association and then Matul Kottayama, I would like to convey, I'm not insulted when you jeered, when you booed at me, because you don't know that was me. It was Air India. All that I want to assure you, having taken over just 3 months ago, I would like to do on behalf of, I want to assure you on behalf of me and my entire team in UAE, on behalf of Air India, we would like to do everything to mitigate the sufferings that you have undergone in the past period. I will also ensure to carry your jeers, your sufferings to my headquarters, that is New Delhi and Bombay. Please help me to carry your voice to my headquarters. And having said this, your national carrier will ensure everything to see to it that I saw the ad before coming. It's a Sundara Matul, God's own country. I will ensure and work hard for all of you to make these jeers and boos into cheers by next anniversary of Matul Kottayama. Kindly help me, and thank you very much once again. Thank you, thank you. Thank you so much, Mr. Ram Babu, for your presence on stage. We are honored with your presence as a representative of our own national carrier, Air India. ഒരു പക്ഷേ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു എയർ ഇന്ത്യയുടെ നമ്മളെയൊക്കെ വളരെ വേദനിപ്പിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം ഒരുപാട് വേദികളിൽ നമ്മളിതുപോലെ എയർ ഇന്ത്യയെ കൂവുകയും അപഹാസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊരു റിപ്ലൈ എന്നോണം ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മളോടൊപ്പം കൂടെ നിന്ന് സംസാരിച്ചൊരു വ്യക്തി, ആൻഡ് ദാറ്റ് ഈസ് മിസ്റ്റർ റാം ബാബു. ഈ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാനൊക്കെ റഹീം കൈക്ക് കഴിയാത്തതുകൊണ്ടല്ല, പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ട് മാത്രം അദ്ദേഹം വാക്കുകൾ ചുരുക്കിയപ്പോൾ നമുക്ക് അദ്ദേഹത്തെയും ആദരിക്കാം. ആൻഡ് എല്ലാവർക്കും ചേർന്നൊരു കൈയടി മിസ്റ്റർ റാം ബാബു ഓഫ് എയർ ഇന്ത്യ. Thank you so much, sir. We are honored with your presence on stage. Now let me proudly welcome on stage Mr. Afi of SATA to give away the memento to Mr. Haris. Souvenir cover concept, cover page in the concept. അല്പനിമിഷങ്ങൾക്കകം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന നമ്മുടെ ജാലകം എന്ന മട്ടുൽ കൂട്ടായ്മ ഷാർജയിലെ സവനീറിൻ്റെ കവർ പേജ് കോൺസെപ്റ്റ് ഒരുക്കിയ മിസ്റ്റർ ഹാരിസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉപഹാരം നൽകുന്നതിന് വേണ്ടി സാറ്റയുടെ പ്രതിനിധി മിസ്റ്റർ അഫിയെയും. നമ്മുടെ മാട്ടുൽ കൂട്ടായ്മയുടെ 3rd ആനിവേഴ്സറി സെലിബ്രേഷൻസിനോടനുബന്ധിച്ച് നടത്തിയ ഫേസ്ബുക്ക് കണ്ടസ്റ്റിലെ കണ്ടസ്റ്റന്റ് അതുപോലെ തന്നെ വിന്നേഴ്സ് മിസ്റ്റർ റാഷിദ് അഷ്റഫ്, സമീൻ ഇബ്രാഹിം, റസീന സയ്യിദ്, അയ്യൂബ് സാബർ, മുസമ്മിൽ മാട്ടോൽ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാ ഗിഫ്റ്റ്സും സ്പോൺസർ ചെയ്തിട്ടുള്ളത് സാപ്പിൾ, ടെലിഫോണി ആൻഡ് കൗല. താങ്ക് യു സോ മച്ച്. നമ്മൾ ഇവിടെ ഇത്രയും ആഘോഷിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമത്തോടെ ഓർക്കേണ്ടത് ഈ ഒരു ആഘോഷ പരിപാടിയിലേക്ക് കയറാൻ പറ്റാത്ത 100 കണക്കിന് മാട്ടൂൽ നിവാസികൾ പുറത്തു നിൽക്കുന്നു എന്നുള്ള കാര്യം ഓർക്കൂ. അത്രയും വലിയൊരു പ്രോഗ്രാമാണ്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത തവണ ഒരു പ്രോഗ്രാം ആഘോഷം ഉണ്ടാകുമ്പോൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലും അതുപോലെ ബാൽക്കണി ഓക്കെ ഞാൻ സോറി സർ, ഞാൻ കേട്ടില്ല അഡ്വക്കേറ്റ് വയ്യ റഹീം പറഞ്ഞത്. ഷാർജ മാട്ടുൽ കൂട്ടായ്മയുടെ അടുത്ത ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാകുന്നതിന് മുൻപ് ഇവിടെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഓഡിറ്റോറിയത്തിൽ ഒരു ബാൽക്കണി കൂടി ഉണ്ടാവും എന്നാണ്. അങ്ങനെയെങ്കിൽ താങ്ക് യു സോ മച്ച് മിസ്റ്റർ റഹീം. ഫേസ്ബുക്ക് വിന്നേഴ്സ് മിസ്റ്റർ റാഷിദ് അഷ്റഫ്, സമീൻ ഇബ്രാഹിം, റസീന സയ്യിദ്, അയ്യൂബ് സാബർ ആൻഡ് മുസമ്മിൽ മാട്ടോൽ. താങ്ക് യു സോ മച്ച് വിന്നേഴ്സ്. സാരല്ല വി വിൽ ഡു ഇറ്റ് ലേറ്റർ. നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് കോൺടെസ്റ്റ് വിന്നേഴ്സിന് അല്പസമയം കഴിഞ്ഞിട്ട് നമ്മുടെ ഗായകരെല്ലാവരും അക്ഷമരായിട്ട് നിങ്ങളുടെ ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ കാത്തിരിക്കുന്നു. സോ വിൽ ഡു ഇറ്റ് ലേറ്റർ. നമുക്ക് ഈ ഒരു അല്പസമയത്തിനകം ഈ ഒരു അവാർഡ്, ഈ ഒരു സമ്മാനങ്ങൾ വിതരണം ചെയ്യാം. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു റാഷിദിനും അതുപോലെ സമീൻ ഇബ്രാഹിമിനും, റസീന സയ്യിദിനും, അയ്യൂബ് സാബറിനും, മുസമ്മിൽ മാട്ടൂലിനും. അവർക്ക് വേദിയിലേക്ക് കടന്നു വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. സോ ഒഫീഷ്യൽ താങ്ക്സ് ബൈ ട്രഷറർ ഷാർജ മാട്ടൂൽ കൂട്ടായ്മ മിസ്റ്റർ സക്കറിയ AP. പ്ലീസ് സർ. ഷാർജ മാട്ടൂൽ കൂട്ടായ്മ 3ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന സ്നേഹസാഗരം ആഘോഷിക്കാനെത്തിയ നല്ലവരായ മാട്ടൂൽ സുഹൃത്തുക്കളെ, ഇത് വിജയിപ്പിക്കാൻ സഹകരിച്ച സ്പോൺസർമാരെ,
മറ്റ് മഹത് വ്യക്തികളെ ഈ മാട്ടൂൽ കൂട്ടായ്മയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും വളരെ ആത്മാർത്ഥമായി നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. Start every day with a smile. Kaula, flavoring your moments. Get nourished naturally. Kaula, flavoring your moments. Savor spicy flavors. Kaula, flavoring your moments. വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കുന്ന ജീവികൾ തവള, ശംഭു, മിസ്റ്റർ ലൈറ്റ്. മിസ്റ്റർ ലൈറ്റ്, മിസ്റ്റർ ലൈറ്റ് ഡിസ്കവറി LED വാട്ടർ പ്രൂഫ് ഫ്ലാഷ് ലൈറ്റ്. കരയിലും വെള്ളത്തിലും ഒരുപോലെ പ്രകാശം നൽകുന്ന ഒരേ ഒരു വാട്ടർ പ്രൂഫ് ഫ്ലാഷ് ലൈറ്റ്. मिस्टर प्लस पेश करते हैं रिपल हीट टेक्नोलॉजी का गर्मा गर्म मैजिक. आहा, सही गर्मी सभी जगह पे. मिस्टर प्लस नॉन स्टिक कुकवेयर, सही नमक अब से सही गर्मी भी.